ഹലോ, വെൽക്കം ടു മെയ്സിയാസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട മണി മാനേജ്മെൻറ്റ് ടിപ്സാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നൊന്ന് ഉറപ്പ് വരുത്തണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് എന്തെല്ലാം പുതിയ വീഡിയോസ് അറിയാൻ താല്പര്യമുണ്ട്, കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിലൊക്കെ അത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്നെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോസ് ആണെന്ന് തോന്നുന്നതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുകയും അറിയിക്കുന്ന ഓരോ അഭിനന്ദനങ്ങൾക്കും ഓരോ വാക്കുകൾക്കും ഒരുപാട് നന്ദി കേട്ടോ. എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ നിങ്ങളോട് പറയാണ്. ഓക്കെ, നമ്മൾ സമ്പാദിക്കുന്ന പണം ഉണ്ടല്ലോ, അതെന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന് വളരെ വ്യക്തിപരമായ ഒരു കാര്യമാണ് അല്ലേ. 25 വർഷമൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ അല്ലേ. അപ്പോൾ കുറച്ച് പ്ലാനിങ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആ സമയത്ത് ചിന്തിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല അല്ലേ. സോ ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആകാനായിട്ട് നമ്മുടെ എഡ്യൂക്കേഷനോ ജോബോ ഒന്നും പ്രധാനമല്ല. ഇതിനേക്കാളൊക്കെ പ്രധാനം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സാണ്. ഓക്കെ, അപ്പം ഞാൻ പറയുന്ന ഒരു 5 കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ സ്ത്രീകൾ എന്ന നിലയിൽ നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ സാധിക്കും. ഈ 5 കാര്യങ്ങൾ മറ്റുള്ളവരുടെ തലയിൽ ഉത്തരവാദിത്തം ഇല്ല കേട്ടോ, നമ്മുടെ തലയിലാണ് അതിൻ്റെ ഉത്തരവാദിത്തം. എനിക്ക് ഇന്ന ആളിത് ചെയ്തു തരട്ടെ, ഭർത്താവ് ഇത് ചെയ്തു തരട്ടെ, എൻ്റെ അച്ഛൻ ചെയ്തു തരട്ടെ, എൻ്റെ ബ്രദർ ചെയ്തു തരട്ടെ, അതൊന്നുമല്ല. ഇത് നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യങ്ങളായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. 1, എല്ലാ സ്ത്രീകൾക്കും ഇൻകം ഉണ്ടായിരിക്കണം, ഒരു വരുമാനം ഉണ്ടായിരിക്കണം. അപ്പോൾ തന്നെ നമ്മുടെ തലയിൽ കൂടെ പോവുകയാണ്, എനിക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള കഴിവുണ്ടോ, എനിക്ക് കാശുണ്ടോ, എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടോ അല്ലേ. വരുമാനം ഉണ്ടാക്കാനുള്ള കഴിവ് നിങ്ങളുടെ മാത്രം കയ്യിലാണ്. വരുമാനവും നിങ്ങളുടെ വിദ്യാഭ്യാസവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാനൊന്നും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ പഠനം നിർത്തിയിട്ട് ഇത്ര നാളായല്ലോ, ഞാൻ പഠിച്ച ഫീൽഡിൽ ഇനി എനിക്ക് ജോലി കിട്ടുമോ, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ സെൽഫ് ലിമിറ്റിംഗ് ചിന്തകളാണ്. ഓക്കെ, നിങ്ങളുടെ കഴിവ് എന്തിലാണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് വരുമാന മാർഗമാക്കി തിരഞ്ഞെടുക്കാൻ സാധിക്കണം. അവിടേക്കാണ് സ്വന്തമായിട്ട് ഏർണിങ്സ് ഉണ്ടാക്കിയെടുക്കുന്ന പോയിൻ്റ്. നമ്മുടെ ഹോബി ഇൻകം ജനറേറ്റ് ചെയ്യാനൊരു മാർഗമാക്കി നിങ്ങളൊന്ന് നോക്കിക്കേ. ഇനി ഇതൊന്നും കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ പോക്കറ്റ് മണി വാങ്ങിക്കണം. ഹസ്ബൻഡ് അല്ലെങ്കിൽ ഫാദർ ചിലവ് തരുന്ന ക്യാഷിൽ നിന്ന് അല്പം സേവ് ചെയ്തോ, പോക്കറ്റ് മണി ആയിട്ട് ചോദിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കി പോക്കറ്റ് മണി അക്കൗണ്ടിലേക്ക് സേവ് ചെയ്യുക. നമ്മൾ മണി മാനേജ്മെൻറ്റ് ചെയ്യണമെങ്കിൽ പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് ഹസ്ബൻഡിൻ്റെ കാർഡിൽ നിന്നാണ് യൂസ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടാണ്, എനിക്കൊരു അക്കൗണ്ട് ഇല്ല, ഇതൊന്നും ഒരു റീസൺ അല്ല. യുവർ ഓൺ അക്കൗണ്ട് നിങ്ങൾ ഉണ്ടാക്കുക. ഈ അക്കൗണ്ടിൽ 1 മന്ത് വീട് റൺ ചെയ്യാനുള്ള എക്സ്പെൻസ് ഉണ്ടാവണം. ഇത് ഹസ്ബൻഡാണ് ചെയ്യുന്നതെങ്കിൽ അല്ലറ ചില്ലറ ചിലവൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ ആ അക്കൗണ്ട് ത്രൂ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. സെപ്പറേറ്റഡ് അക്കൗണ്ട് ഉണ്ടാക്കി നിങ്ങളുടെ എല്ലാം നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കണം. നിങ്ങൾ അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആവണം, ഒരു സ്ത്രീ ശാക്തീകരണം കൊണ്ടുവരണം, ഫെമിനിസം കൊണ്ടുവരണം, ഇതൊന്നുമല്ല കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ലൈഫിൽ പണത്തിൻ്റെ ഇടപാടുകൾ അല്ലെങ്കിൽ മണി നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു അക്കൗണ്ട് ഉണ്ടാവണം. അതിൽ വരുന്ന പൈസ, അതിൽ നിന്ന് പോകുന്ന പൈസയെ പറ്റിയിട്ട് നമുക്കൊരു പഠനം നടത്തണമെങ്കിൽ അത് ഹസ്ബൻഡിൻ്റെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോയിൻ്റ് അക്കൗണ്ടിലുള്ള പൈസ ആയിട്ട് നോക്കിയിട്ട് കാര്യമില്ല. കാരണം അവിടെ ഹസ്ബൻഡിൻ്റെ ഇൻവോൾവ്മെൻറ്റും അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റും വരും. അപ്പോൾ അതല്ല ആക്ച്വലി വേണ്ടത്. നമുക്ക് പഠിക്കണം, നമുക്ക് ചെയ്യണം, നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക. ഹാവ് യുവർ ഓൺ അക്കൗണ്ട്. മനസ്സിലായോ? ഇത് ഹസ്ബൻഡിൻ്റെ ജോയിൻ്റ് അക്കൗണ്ടാണ്, നമ്മുടെ സ്വന്തം അക്കൗണ്ട് ഇല്ല, അദ്ദേഹത്തിൻ്റെ കാർഡാണ് ഞാൻ യൂസ് ചെയ്തത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അക്കൗണ്ടിൽ 1 മന്ത് വീട് റൺ ചെയ്യാനുള്ള എക്സ്പെൻസ് ഉണ്ടാവണം. ഇനി ഹസ്ബൻഡാണത് ചെയ്യുന്നത്, വീട് റൺ ചെയ്യാനുള്ള എക്സ്പെൻസ് എല്ലാം ഹസ്ബൻഡാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ അല്ലറ ചില്ലറ ചിലവുകളൊക്കെ തീർച്ചയായും സ്ത്രീകൾക്ക് ഉണ്ടാവുമല്ലോ. ആ ചിലവിൻ്റെ ക്യാഷെങ്കിലും ആ അക്കൗണ്ടിൽ ഉണ്ടാകണം. അതിൽ നിന്നും മിച്ചം പിടിച്ച ക്യാഷും ആ അക്കൗണ്ടിൽ ഉണ്ടാകണം. ഇതൊന്നും ഓൾ ഓഫ് എ സഡൻ ഒരു ദിവസം കൊണ്ട് ഒരു മാസം കൊണ്ട് എളുപ്പമാകുന്ന കാര്യമല്ല. പക്ഷേ ഇത് നിങ്ങൾ ഇതിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഇതാണ് നിങ്ങളുടെ ഇൻകം. നിങ്ങൾക്ക് ജോലി ചെയ്ത് സമ്പാദിക്കാൻ പറ്റുന്നില്ലെങ്കിലുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. ഇനി രണ്ടാമത്തെ കാര്യം, ചിലവാക്കുന്നത് കൃത്യമായി നിങ്ങൾ മാനേജ് ചെയ്യണം. അതായത് ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ്, നമ്മുടെ മൊബൈലിലൊക്കെ ഒത്തിരി ഓൺലൈൻ ഷോപ്പിംഗ് ആപ്സ് ഉണ്ടല്ലേ.
അതുപോലെ ഫുഡ് ഡെലിവറി ആപ്സ് ഉണ്ട്, നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യുക, വീട്ടിൽ കൊണ്ടുവന്ന് ഫുഡ് തരും. അതുപോലെ ഒത്തിരി കോസ്മെറ്റിക്സ് വാങ്ങാനുള്ള ആപ്പുകളും ഉണ്ട്. ഇതൊക്കെ ഒരാഴ്ച എങ്ങനെയാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് ഇതിലൊക്കെ എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇതിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യണം. ഇതൊക്കെ മാസത്തിൽ 1-2 തവണ മാക്സിമം ധാരാളമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ക്യാഷ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മുടെ സുരക്ഷിതത്തെ സ്ട്രോങ് ആക്കും. ഇങ്ങനെ സേവ് ചെയ്യുന്ന ക്യാഷ് നമ്മുടെ സുരക്ഷിതത്തെ സ്ട്രോങ് ആക്കും. ഇനി മൂന്നാമത്തത്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരു 50-30-20 റൂൾ ഞാൻ പഠിപ്പിച്ചു തരാം. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു 50,000 രൂപ അല്ലെങ്കിൽ പോട്ടെ ഒരു 30,000 രൂപ നിങ്ങൾക്ക് മാസം വരുമാനമുണ്ടെന്ന് വിചാരിക്കും, നിങ്ങൾക്കോ നിങ്ങളുടെ ഭർത്താവിനോ. അതിൽ 50% നിങ്ങൾ മാറ്റി വെക്കേണ്ടത് എസെൻഷ്യൽ കാര്യങ്ങൾക്കാണ്, അതായത് വേണ്ട കാര്യങ്ങൾക്കാണ്. അതായത് ഒരു 15,000 രൂപ നിങ്ങൾ നിങ്ങളുടെ മീല്, നിങ്ങളുടെ ഗ്രോസറി, നിങ്ങളുടെ സ്കൂള്, നിങ്ങളുടെ ബിൽസ്, നിങ്ങളുടെ റെൻറ്റ്, പേയ്മെൻറ്റ്സ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് 50% തുക നിങ്ങൾ മാറ്റി വയ്ക്കുക. ഇതിനകത്ത് ഗ്രോസറീസ് നമുക്ക് ചെറിയൊരു ചെറിയൊരു കുറച്ചിലൊക്കെ വരുത്താൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ആഴ്ചയിലേക്കുള്ള മീല് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഈവനിങ് സ്നാക്കൊക്കെ എന്താണ് എന്നൊക്കെ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ഗ്രോസറി മാത്രം വാങ്ങുകയാണെങ്കിൽ, അതൊരു 1 മന്തിലേക്ക് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ കുറച്ചൊക്കെ ഗ്രോസറിയിൽ നിങ്ങൾക്കൊരു കുറവ് വരുത്താൻ സാധിക്കും. ഇനി നെക്സ്റ്റ് 30% നിങ്ങൾ നിങ്ങളുടെ നീഡ്സിന് വേണ്ടിയിട്ട്, അതായത് നിങ്ങൾക്ക് ഔട്ടിങ്ങിന് വേണ്ടിയിട്ട്, ബർത്ത്ഡേ ഫങ്ഷൻസിന് വേണ്ടിയിട്ട്, മാരേജിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇനിയിപ്പം നിങ്ങൾക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ, ഡ്രസ്സ് വാങ്ങണമെങ്കിൽ, നിങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ, എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, ഇതൊക്കെ നിങ്ങൾക്ക് സാധിക്കേണ്ടത് നിങ്ങളുടെ ഈ 30%. അതായത് ഇപ്പോൾ 30,000 രൂപയാണെങ്കിൽ നിങ്ങൾ 9,000 രൂപയായിരിക്കും 30%-ൽ നിങ്ങൾ വരിക. നിങ്ങളുടെ സാലറി എങ്ങനെയാണോ അത് പറയട്ടെ, ഞാനൊരു ആവറേജ് മിഡിൽ ക്ലാസ് ഇൻകം വെച്ചിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്നും നിങ്ങൾക്കൊരു മാസത്തേക്ക് നിങ്ങൾക്ക് നല്ല കൺട്രോൾ ചെയ്യാൻ പറ്റി, ഇതൊന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വന്നില്ല, ഈ 9,000 രൂപയിൽ ഒരു 5,000 രൂപയും നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ അത് നിങ്ങൾ സേവ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സേവ് ചെയ്യുക. ഇനി അടുത്തത്, ഇപ്പം 50-ഉം 30-ഉം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. 80%-ൻ്റെ ചിലവേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി 20% നിങ്ങളുടെ എമർജൻസി ഫണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സേവിങ്സ് ഫണ്ട്, ഇതും അല്ലെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് അക്കൗണ്ടായിട്ട് ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു 30,000 രൂപ, ഒരു എക്സാമ്പിൾ 30,000 രൂപ സാലറി വന്ന അക്കൗണ്ടിൽ 20% ഞാൻ ആദ്യമേ തന്നെ ഓട്ടോമേറ്റ് ചെയ്ത് സേവ് ചെയ്യുക. അതായത് എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്ന പൈസയിൽ 20% പൈസ, അതായത് 30,000-ൻ്റെ 20% എന്ന് പറയുമ്പോൾ 6,000 രൂപ. ഈ 6,000 രൂപ ഓട്ടോമാറ്റിക്കലി മറ്റൊരു അക്കൗണ്ടിലേക്കോ മറ്റെന്തെങ്കിലും സേവിങ്സ് പ്ലാനിലേക്കോ ഓട്ടോമാറ്റിക്കലി പോകുന്ന രീതിയിൽ വേണം നമ്മളിത് പ്ലാൻ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ മാത്രമാണ് ഈ 20% നിങ്ങൾ സേവ് ചെയ്യുള്ളൂ. അതല്ല, ഈ ചിലവുകളെല്ലാം കഴിഞ്ഞ് വരുന്ന പൈസ നമുക്ക് സേവ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ആ 20%-ൽ നിങ്ങൾക്ക് 1 രൂപ പോലും കാണാനുണ്ടാവില്ല. അതങ്ങനെയാണ്, നോർമലി എല്ലാവർക്കും അതങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് ഓട്ടോമേറ്റ് ചെയ്യാനുള്ള പരിപാടി എന്താണോ അത് നിങ്ങൾ ചിന്തിക്കുക. ഈ 50-30-20 റൂള് നമുക്ക് നോർമലായിട്ട് എല്ലാവർക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു സ്റ്റാർട്ടറിന്, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലൊക്കെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി നാലാമത്തെ പോയിന്റ്, ഫാമിലിയിലെ അസറ്റ്സിനെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെ ബാധ്യത ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്ക് എന്തെല്ലാം അസറ്റ്സ് ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ മെയിൻ വരുമാനം പെട്ടെന്നൊന്ന് നിലച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സം അതിന് വന്നാൽ എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്നൊരു പ്ലാൻ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. നമ്മൾ ആ സമയത്ത് പതറിപ്പോയിട്ട് കാര്യമില്ല. കാരണം ലൈഫ് മുന്നോട്ട് പോകണം അല്ലേ. നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ വയസ്സായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അവരെയൊക്കെ സഹായിക്കുക, നമ്മളെ സ്വന്തമായിട്ട് സഹായിക്കുക എന്നുള്ള ഉത്തരവാദിത്തം നമ്മൾ തന്നെ ഏറ്റെടുക്കണം. അതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ഫിനാൻഷ്യൽ അസറ്റ്സ്, നമ്മുടെ ബാധ്യതകൾ, എന്തെല്ലാം ഇൻഷുറൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, സേവിങ്സ് എവിടെയൊക്കെ ഉണ്ട്, എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, ഒക്കെ നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇനി 5-മത്തത്, ക്യാഷ് സേവ് ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ പോയിൻ്റാണ്. നിങ്ങൾ ഇതൊന്നും ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഈ പോയിൻ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ക്യാഷ് സേവ് ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും വീട്ടിലെ സമാധാനം കളഞ്ഞിട്ടല്ല.
അല്ലെങ്കിൽ അത് കളയാനല്ല എന്ന ബോധ്യം നമുക്കുണ്ടാവണം. കാരണം ക്യാഷ് ആദ്യമായിട്ടൊക്കെ കയ്യിലേക്ക് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായ പ്ലാൻ ഇല്ലാത്ത പല സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തും പിടിച്ചും വീട്ടിലെ സമാധാനം നഷ്ടപ്പെട്ടും അവരുടെ ലൈഫിലെ സമാധാനം നഷ്ടപ്പെട്ടും ലാസ്റ്റ് ഡെപ്റ്റിലേക്ക്, കടത്തിലേക്ക് പോയിട്ടുള്ള ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതൊന്നും സംഭവിക്കാതെ, അങ്ങനൊരു അവസ്ഥ നമുക്ക് വരാതിരിക്കാനായിട്ട് വ്യക്തമായ പ്ലാൻ നമുക്കുണ്ടായിരിക്കണം. കുടുംബത്തിൻ്റെ, നിങ്ങളുടെ സുരക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാറ്റിവെക്കുന്ന, ഈ സേവ് ചെയ്യുന്ന പൈസ ഉപയോഗിക്കേണ്ടത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒത്തിരി മണി ട്രാപ്പുകൾ ഇന്ന് നടക്കുന്നുണ്ട്, ഓൺലൈനായിട്ടാണെങ്കിലും ഒക്കെ നടക്കുന്നുണ്ട്. വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലയൻറ്റിൻ്റെ സ്റ്റോറി ഞാനിവിടെ ഒന്ന് ചുരുക്കി പറയാം. അദ്ദേഹം വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. അദ്ദേഹത്തിന് പറ്റിയൊരു വലിയ അബദ്ധം, ഒരു മണി ട്രാപ്പിൽ പെട്ടുപോയി. മനസ്സിലായോ? ഹസ്ബൻഡിനെ സഹായിക്കാൻ വേണ്ടി ഹസ്ബൻഡിനോട് പറയാതെ, അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവസ്ഥയിൽ ആരോടും പറയാതെ കുറച്ച് പൈസ കടം വാങ്ങി. ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റ് ടൈമിൽ പൈസ ഇല്ലാതെ വന്നപ്പോൾ അദ്ദേഹം ഒരു മണി ട്രാപ്പിൽ പെട്ടുപോയി. അതായത് ഒരു ഓൺലൈൻ ആപ്പിൽ നിന്നും പൈസ ലോൺ എടുത്തു. നിസ്സാര പൈസ, 5000 മുതൽ 10,000-ത്തിനുള്ളിലുള്ള എമൗണ്ട് ലോൺ എടുത്തു. ഈ ലോൺ എടുത്ത പൈസ 3 ദിവസം കൊണ്ട് ഇരട്ടിയിൽ പലിശ കയറി അവർക്ക് ഒരു തരത്തിലും അത് കയ്യിൽ വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു. അവർ ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടി പോകേണ്ട ഒരവസ്ഥ, ജീവിതം തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് ആളുകൾ അറിയുന്നതും മറ്റു തലത്തിലേക്ക് അവരുടെ ലൈഫ് പോവുകയും ഒക്കെ ചെയ്തൊരു സിറ്റുവേഷൻ. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വെച്ചാൽ, മണി മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് നമുക്കറിയില്ല. നമുക്കിതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയില്ല. മണി വന്നാലും, ഷീസ് എ സാലറീഡ് പേഴ്സൺ, അവർക്ക് നല്ല പൊസിഷനിലിരിക്കുന്ന ഒരാളാണ്. പക്ഷേ അതൊന്നും അല്ല കാര്യം. നമുക്കിതിനകത്ത് വ്യക്തമായ ഒരു അവബോധം ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിൽ കാര്യം എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാ സ്ത്രീകളും ഇത് പ്രാക്ടിക്കലാക്കാൻ നോക്കുക. ഇതിൻ്റെ ഈ ഓരോ പോയിൻറ്റും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി വീട്ടിൽ പ്രശ്നമുണ്ടാക്കാനോ നിങ്ങൾ പൈസയ്ക്ക് ഒച്ചയും ബഹളവും ഉണ്ടാക്കാനോ ഒന്നുമല്ല. പക്ഷേ ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് എടുക്കുക. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇതൊക്കെ എനിക്ക് മറ്റൊരാൾ ചെയ്തു തരണം എന്നല്ല ഇതിൻ്റെ മീനിങ്. അങ്ങനെ ഒരു പോയിൻറ്റും നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്. നിങ്ങൾ നല്ല രീതിയിൽ പണത്തിൻ്റെ സുരക്ഷിതത്വം അനുഭവിക്കാനായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു.